എന്തായാലും ഇന്ന് എനിക്ക് ശൂന്യവേളയിൽ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട് ആ വിഷയം. അതിന് അടിയന്തര പ്രമേയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വിഷയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ബ്ലെയിം ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമല്ല. ഇതിനകത്ത് ആശാ വർക്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കനത്ത സംഭാവന ചെയ്യുന്നവരാണ് ആശാ വർക്കർമാർ. അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ ഓണറേറിയം പോലും സമയത്തിന് കൊടുക്കാതിരിക്കും. നാമമാത്രമായ ഓണറേറിയം കൊടുക്കുക. 10-20 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ജീവിത സായാഹ്നത്തിൽ അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക, ഒരു വൺ ടൈം ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക. ഇതിന്റെ ഉത്തരവാദിത്തത്തിനും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. അപ്പോൾ പല സ്റ്റേറ്റുകളിലും പല വേതനമാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു യൂണിഫോം വേതനം ഓണറേറിയം ഉണ്ടാക്കണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം. അത് സ്റ്റേറ്റിൽ എത്ര ഷെയർ വേണം, സെൻട്രൽ എത്ര ഷെയർ വേണം, സ്റ്റേറ്റും സെൻട്രലും കൂടെ തീരുമാനിക്കണം. അതായത് പരസ്പരം ബ്ലെയിം ചെയ്ത് ഞങ്ങൾ ഇത്ര കൊടുത്തതിന് കണക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഫലത്തിൽ ഇതിന്റെ യൂസേഴ്സ് എന്ന് പറയുന്ന ആശാ വർക്കേഴ്സാണ്. അവരുടെ ജീവിതം സങ്കടകരമാണ്. അത് പരിഹരിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശൂന്യവേളയിൽ ലഭിക്കുന്ന അവസരത്തിൽ ആശാ വർക്കർമാർ തൊഴിലാളികളെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം കേസ് ഉന്നയിക്കും. അല്ല, അതാണ് അതിനകത്ത് അവരിപ്പം വളണ്ടിയർമാരായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. വളണ്ടിയേഴ്സ്. ഇത് 2005 ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ അത് ഇത്രയും ഫലപ്രദമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് വർക്കേഴ്സാക്കി മാറ്റുന്നില്ല? അത് അന്ന് കൊണ്ടുവന്നത് നമുക്ക് പറയാം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന് പറയാം. 20 വർഷം കഴിഞ്ഞില്ലേ? 20 വർഷം കഴിഞ്ഞ് അവരുടെ ട്രാക്ക് റെക്കോർഡ് പുറവണല്ലേ? എന്തുകൊണ്ട് അത് നടത്തുന്നില്ല? അവർ ഗവൺമെന്റ് ആക്കാരില്ല. അവർക്ക് ആവശ്യമായ തൊഴിലാളികളോട് കണക്കാക്കുന്ന പോലെ തന്നെ അവർ കണക്കാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടി അതല്ലേ പറയുന്നത്. സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനെ കുറ്റം പറയാനുള്ള അവസരമാക്കുക, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കുക. മാത്രമല്ല, സമരങ്ങളെ അധിക്ഷേപിക്കുന്ന രീതി അവരുടെ ആ സഹോദരിമാർ അവർ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല. സമരമായി രംഗത്ത് വന്നു. എല്ലാ വിഭാഗം ആളുകളും അവരെ പ്രോത്സാഹിപ്പിച്ചു. അവരെ അധിക്ഷേപിക്കുകയല്ലേ? മാറി മാറി മത്സരിച്ച് അധിക്ഷേപിക്കുന്ന ജോലിയല്ലേ സംസ്ഥാന ഗവൺമെന്റ്, മന്ത്രിമാർ, പാർട്ടി നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ. എങ്ങനെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ഇത്തരം സമരങ്ങളെ അധിക്ഷേപിക്കാൻ പറ്റും? അത് അങ്ങേയറ്റത്തെ ലജ്ജാകരമായ കാര്യമാണ്. അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ പറയണം, കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കണം. അത് ഞങ്ങളെല്ലാം അവരുടെ കൂടെ കൂടാം. പക്ഷെ സ്റ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറയുന്നത് എന്താ അർത്ഥമുള്ളത്? കേരളത്തെ വലിയ രീതിയിൽ അപകടത്തിലാക്കുന്ന സമുദ്ര ഖനന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് പഠനങ്ങളിൽ വ്യക്തമായാൽ കരാർ നടപടികൾ റദ്ദാക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ എന്തു കാര്യം ഇത്? ഞാൻ ചോദിക്കുന്നത്, ചെരുപ്പിനനുസരിച്ചിട്ട് കാല് മുറിക്കുകയാണോ വേണ്ടത്, അല്ല കാലിനനുസരിച്ചുള്ള ചെരുപ്പ് വാങ്ങിക്കുകയാണോ വേണ്ടത്? ഇവിടെ ഏറ്റവും സെൻസിറ്റീവായ വിഷയം കടലിനെ സംബന്ധിച്ചിടത്തോളം മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഠനങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ തീരം, പ്രത്യേകിച്ച് കൊല്ലം മുതൽ പരപ്പ് വരെയുള്ള തീരത്താണ് ഇവരുടെ ആദ്യത്തെ ഖനനം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ മേഖലയിലാണ് മത്സ്യസമ്പത്ത് ഉള്ളത്. ആ മേഖലയിലാണ് ഇൽമനൈറ്റ് ശേഖരം ഉള്ളത്, ധാതുലവണങ്ങൾ. നിർമ്മാണ ഖനനം എന്നുള്ള ഒരു ന്യായീകരണമാണ് അതിനെ പറയുന്നത്. എന്ത് ന്യായീകരണം? ഇനി ഞങ്ങൾ പറഞ്ഞ എത്രയല്ലേ ഉള്ളൂ? നിങ്ങളൊരു പരിസ്ഥിതി ആഘാത പഠനം നടത്ത്. സുതാര്യമായിട്ടുള്ള, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഓണസ്റ്റായിട്ട് ചെയ്യാവുന്ന നല്ല ഏജൻസികളുണ്ടല്ലോ രാജ്യത്ത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്. അവരെ വെച്ച് ഒരു എൻവിറോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ട് അനുകൂലമാണെങ്കിൽ ആ മേഖലയിലേക്ക് ഖനനത്തിന് പോകുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? കേവലം 6-7 മാസം കാത്തിരിക്കുന്ന എന്താ ബുദ്ധിമുട്ട്? അപ്പൊ ഖനനം നടത്തുന്ന കമ്പനിയോട് തന്നെ പറയുക, ഇത് ഗൂഢ ഉദ്ദേശമാണ്, കടൽ കൊള്ളയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അത് മാത്രമല്ല, കരിമണൽ ഖനനത്തോടെ കൊള്ളയാണ് ഇതിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെയും കടലമ്മയെയും ബലിയാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനനുകൂലിക്കില്ല. അതും പാർലമെന്റിൽ വലിയ ശബ്ദത്തോടെ ഉന്നയിക്കും. ഞാനൊരു കോളിംഗ് അറ്റൻഷൻ നോട്ടീസ് അതിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സ്പീക്കറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് വേറെ വിഷയങ്ങൾ രാജ്യത്തുണ്ട്, ദേശവ്യാപകമായ വിഷയങ്ങൾ. വോട്ടർ പട്ടിക ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് വ്യാജ വോട്ടർ പട്ടിക ഉണ്ട് എന്നുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഫൈനൽ വോട്ടർ ലിസ്റ്റ് കൊടുക്കാൻ, ഡിജിറ്റൽ ഫോമിൽ കൊടുക്കാൻ ഇപ്പോഴും അവർ തയ്യാറല്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട്. ഇത് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസും ഉണ്ട്. ആ ഇഷ്യൂസൊക്കെ തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യാപാര കരാർ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇന്ത്യയുടെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന്.
നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് കൊട്ടി ഘോഷിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇന്ത്യ എന്തോ നേടിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ചാനൽ ചർച്ചകൾ. പ്രൈം മിനിസ്റ്റർ ഭയങ്കരമായ ആ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം ഒരു ദിവസം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് തെറി കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഇന്ത്യ. എല്ലാ ദിവസവും ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യണം പാർലമെന്റ്. ഈ വിഷയങ്ങളെല്ലാം പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനിരിക്കുമ്പോൾ ഭൂപേഷ് ബഗലിന്റെ വസതിയിൽ അതാണ് പറഞ്ഞത്. അതെ, ഈ ജനകീയമായിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടവർ വരും എന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും. അവരതിന് പലതിനെ ഉപയോഗിക്കും. അവരല്ലേ ഭരിക്കുന്നത്, അവരെന്തിനാ കൊണ്ടുവരുന്നത്? അവരെ അന്വേഷിച്ചോട്ടല്ലേ. അവരന്വേഷിച്ച് കാണും. ഇപ്പോൾ ആരെയും തടസ്സപ്പെടുന്നുണ്ടോ? ഛത്തീസ്ഗഡും അവരാ ഭരിക്കുന്നത്, കേന്ദ്രവും അവരാ ഭരിക്കുന്നത്. നടപടി എടുക്കണം. അതിനകത്ത് ആരാ എതിർക്കുന്നുണ്ടോ? അവരാരും എതിർക്കുവോ? ഇതൊന്നുമല്ല, ഇത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ്. അതൊന്നും ഞങ്ങൾ ഈ പ്രാവശ്യം ശക്തമായിട്ട് ഉന്നയിക്കും. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത്, പരസ്പരം ആലോചിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് BJPയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്, അവരെ പുറത്താക്കുമെന്ന് വളരെ ഗൌരവതരമായിട്ടുള്ള ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഉയരുന്ന മറ്റൊരു കാര്യം മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ഗുജറാത്തിലെ പാർട്ടി പ്രവർത്തകരുമായിട്ട് രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുകയുണ്ടായി. അത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പേഴ്സ്, അവിടുത്തെ സീനിയർ നേതാക്കന്മാർ, DCC പ്രസിഡന്റ്സ്, ബ്ലോക്ക് പ്രസിഡന്റ്, സാധാരണ പ്രവർത്തകർ, ഈ ഘട്ടങ്ങളിലായിട്ട് 2 ദിവസം നീണ്ടുന്ന നീണ്ട ചർച്ചകളിൽ രാഹുൽ ഗാന്ധി അവർ പറയുന്നത് കേൾക്കുകയായിരുന്നു ചെയ്തത്. പുള്ളി അങ്ങോട്ട് പ്രസംഗിക്കുന്നതിന് പകരം അവസാനം മാത്രമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ബാക്കി എല്ലാത്തിലും അദ്ദേഹം ഇരുന്നു കൊടുക്കുകയായിരുന്നു. കംപ്ലീറ്റ് അവരുടെ ചർച്ചകൾ ഉയർന്നു വന്നതാണ്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ, ഈ ഗുജറാത്തിലെ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. BJPയിലെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി അല്ലെങ്കിൽ അവരുമായി അനുഭവപ്പെട്ടു പോകുന്ന കുറച്ച് ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട് എന്നുള്ള കാര്യം പറയും. അപ്പോൾ അത്തരം ആളുകൾക്ക് പാർട്ടി സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞാണ്. ഞങ്ങളുടെ നിലപാടും അതാണ്. അങ്ങനെ BJPക്ക് സഹായിക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അത്തരക്കാരെ വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. ഗുജറാത്തിനപ്പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ അത് എല്ലാത്തിനും ബാധകമാണല്ലോ. അത് ഗുജറാത്തിന് മാത്രം ബാധകമായ കാര്യമാണ്. അപ്പം ഞങ്ങൾ ഗുജറാത്തിലെ കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. ഗുജറാത്തിലാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത്, ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. അല്ല, കേരളത്തിലേക്ക് അത് കൊണ്ടുവരണ്ട. കേരളത്തിലെ പാർട്ടിയിൽ അങ്ങനെ ഒരാളും ഇല്ല. BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾ അങ്ങനെ ഉണ്ടാവാനോട് പറ്റും. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗുജറാത്തിന്റെ പോയിന്റിൽ ഗുജറാത്തിലെ പ്രവർത്തകർ നൽകിയ ചർച്ചയ്ക്ക് ഒരു മറുപടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വന്നത്.